അൽ അഖീദത്തു സുന്നിയ, അൽ അഖീദത്തു സുന്നിയ എന്ന പ്രസിദ്ധീകരണം. അപ്പൊ പിന്നെ മനസ്സിലായല്ലോ ആരുടെ ആദർശം? വഹാബി ആദർശം അല്ലല്ലോ, സുന്നി ആദർശം. സുന്നി ആദർശം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ കാണാം എന്താ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സിഫാത്ത് വിവരിക്കുന്ന സൂക്തങ്ങൾ അതിന്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടില്ലാത്തവ വിശദീകരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അവ കണ്ണടച്ച് തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവിക സത്തയും ഗുണങ്ങളും മനുഷ്യബുദ്ധിക്ക് അതീതമായാണ് അവൻ വിവരിക്കുന്നത്. അവ മനുഷ്യക പ്രകൃതിക്ക് അനുയോജ്യമായി വ്യാഖ്യാനിക്കേണ്ടി വന്നാൽ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനോട് സാമ്യപ്പെടുത്തുകയും അതിന്റെ രൂപത്തിലോ ഭാവത്തിലോ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ സത്തയെ കുറിച്ച് അവൻ ഗ്രഹിക്കാൻ നിർബന്ധിതനായി തീരുകയും ചെയ്യും. അതാവട്ടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സത്തയിലുള്ള ശിർക്കുമാണ്. അപ്രകാരം തന്നെയാണ് സിഫാത്തുകളുടെയും അവസ്ഥ. അവ മറ്റൊന്നിനോടും സാമ്യതയില്ലാത്തവയാണ്. അതാണ് തൗഹീദിന്റെ യഥാർത്ഥമായ രൂപം. നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഓരോന്ന് വായിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇപ്പൊ എന്താ മനസ്സിലായത്? അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എന്താ പറഞ്ഞതെങ്കിൽ അത് അപ്പടി എന്ന് വിശ്വസിക്കാം. ഇവിടെ ഇപ്പൊ വലിയ പരിഹാസത്തിന് വിധേയമായ സംഗതിയാണെന്ന് അള്ളാഹ് ഇറങ്ങുന്നു. എന്തേ നമ്മൾ തെറ്റ് ചെയ്തത്? എന്താണ് മുജാഹിദുകൾ തെറ്റ് ചെയ്തത്? നിങ്ങൾ പറയണം. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഹദീസ് പറഞ്ഞു. എന്താ അത്? പഠിച്ചു വെച്ചോളിൻ. യൻസിലു റബ്ബുനാ തബാറക വതആല ഇലസ് സമാഇദ് ദുനിയാ. അള്ളാഹു എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ നമ്മൾ അർത്ഥം വെച്ചു. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ മനുഷ്യൻ ഇറങ്ങും പോലെ, പ്ലെയിൻ ഇറങ്ങും പോലെ എന്ന് പറഞ്ഞോ? ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഗോവണിപ്പടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞോ? മരത്തുമെന്ന് ഇറങ്ങും പോലെ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തേ പറഞ്ഞുള്ളൂ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതേ പടിയാണ് പറഞ്ഞു. ഇറങ്ങി വരും. എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാ പിന്നെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാന്ന് വിചാരിച്ച് ഇറങ്ങി വരും എന്ന് പറയാൻ പാടില്ലേ? പറയാൻ പാടുണ്ട്. അങ്ങനെ തന്നെ പറയേണ്ടത്. രൂപം നമുക്ക് അറിഞ്ഞൂടാ. കാരണം അള്ളാഹു ഒരാളെ പോലെയല്ല. എങ്കിലല്ലേ അയാൾ ഇറങ്ങും പോലെ എന്ന് പറയാ.